ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആൻസൺ. എന്തുണ്ട് വിശേഷം ആൻസൺ? ഹൗ ആർ യു? ഞാൻ ഓക്കെയാണ് സാറേ. ഞാനിപ്പോ സാറിനൊരു സന്തോഷ വാർത്ത പറയാൻ വന്ന. കേക്കട്ടെ. നമ്മുടെ പെഗ് അടിക്കുന്ന പാർട്ടി ഇല്ലേ, യെസ്, ആദ്യം ഞാൻ വന്ന് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ട്. അവർക്ക് ഹാപ്പി ന്യൂസ് ഉണ്ട്. അവര് കൺസീവ് ആയി. ഓ, കൺഗ്രാറ്റുലേഷൻസ്. എന്റെ ബെസ്റ്റ് വിഷസും ഗ്രാറ്റിറ്റ്യൂഡും അവിടുത്തെ. സാറിന് എന്താ വേണ്ടെന്ന് ചോദിക്കാൻ പറ്റും ഗിഫ്റ്റ്. അവിടെ സ്നേഹം മാത്രം മതി, അവിടെ ബെസ്റ്റ് വിഷസ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ അവർക്ക് 2 പെഗ് അടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആർക്ക്? അല്ല, ഹസ്ബൻഡിനല്ല. ഹസ്ബൻഡ് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയി. ആളിഞ്ഞ് വേണ്ട, നിർത്തിന്ന് പറയുന്നത്. കാരണം കുട്ടി ആയല്ലോ, കൺസീവ് ആയപ്പോ തന്നെ ഹാപ്പി ആയി. വൈഫിന് ഒരു ബിയർ അടിച്ചാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ വൈഫ് സാറിനോട് ചോദിക്കാൻ പറഞ്ഞു. യെസ്, തീർച്ചയായിട്ടും ബിയർ കുടിക്കാം. എപ്പോ? ഡെലിവറി കഴിഞ്ഞിട്ട്, ബ്രസ്റ്റ് ഫീഡിങ് എല്ലാം കഴിഞ്ഞിട്ട്, ഓൾ ഹെർ കമ്മിറ്റ്മെന്റ്സ് ആർ ഓവർ. അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ബിയർ അടിക്കാം. അപ്പൊ ഒരു 3 കൊല്ലം ആവൂല്ലേ? അറ്റ്ലീസ്റ്റ് 9 months plus 6 months മിനിമം വെയിറ്റ് ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് മാത്രം മതി, നത്തിങ് ബിഫോർ ദാറ്റ്. ഓക്കെ. അപ്പോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാറേ, ഞാനിത് ഞാൻ പറഞ്ഞോളാം. കാരണം അവർക്ക് ഈ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ആഗ്രഹം പറഞ്ഞെന്നുള്ളൂ, അങ്ങനെ കമ്പൽസറി അല്ല. പക്ഷേ വേറെ ഒരുപാട് പേർക്ക് ഞങ്ങൾക്ക് അറിയുന്നുണ്ട് പ്രഗ്നൻസിയിൽ സ്മോക്ക് ചെയ്യുന്നുണ്ട്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രഗ്സ് അവൈലബിൾ ആണ്, ലൈക്ക് MDMA, അങ്ങനെയുള്ള കുറെ സ്റ്റാമ്പോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ ഒന്ന് പറയാമോ സാറേ? ഷുവർ. ഈ സ്മോക്കിംഗ് ആണെങ്കിലും മാരിവാന ആണെങ്കിലും ഈ അഡിക്റ്റീവ് സബ്സ്റ്റൻസസ്, ഓൾ ദീസ് തിങ്സ്, ഇതിനൊക്കെ ഇറ്റ് കൻ ഹാവ് എൻ ഇറിവേഴ്സിബിൾ എഫക്ട്. അതായത് ഇത് ബേബിക്ക് ഗ്രോത്ത് റെസ്ട്രിക്ട് ചെയ്യാം, ബേബിക്ക് ബ്രെയിൻ ഡാമേജ് ഉണ്ടാവാം, ഇറിവേഴ്സിബിൾ പ്രോബ്ലംസ് വരാം, അതായത് ശരിയാക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് ഉണ്ടാവാം. ഇറ്റ്സ് ബെസ്റ്റ് ടു അവോയ്ഡ് ഓൾ ഓഫ് ദീസ് ഡ്യൂറിങ് പ്രഗ്നൻസീസ്. ആൻഡ് പാർട്ട്ണർ ഇതെന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അടുത്തും സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നത് നല്ലതാണ്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു.